പാലക്കാട് കർഷക വിഷയം ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാർഷിക മേഖലയിൽ 2016-26 കാലത്ത് കേരളം കൈവരിച്ചത് വലിയ വളർച്ചയെന്ന മുഖ്യമന്ത്രി. SDPIയുടെ പിന്തുണ വേണ്ടെന്ന് പറയാതെ മുഖ്യമന്ത്രി, വർഗീയ ശക്തികളെ എന്നും എതിർത്തിട്ടുള്ള പാർട്ടിയാണ് ഞങ്ങളുടേത്. BJP CPM ഡീൽ ആരോപണം അസത്യം. കർഷകരുടെ വരുമാനം സർക്കാർ 50% വർദ്ധിപ്പിച്ചു. നെല്ല് സംഭരണത്തിൽ വലിയ മാറ്റമുണ്ടായി. ഓരോ വർഷവും സംഭരണം വർദ്ധിച്ചു. കർഷകർക്ക് നൽകിയ ധനസഹായത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത്. നെല്ലിന്റെ താങ്ങുവില ഘട്ടം ഘട്ടമായി ഉയർത്തിയെന്നും പിണറായി പറഞ്ഞു. 2016 തൊട്ട് 26 വരെയുള്ള 10 വർഷമെടുത്താൽ കേരളത്തിൻ്റെ കാർഷിക മേഖല ചരിത്രപരമായ മുന്നേറ്റമാണ് കൈവരിച്ചത്. കർഷകരുടെ വരുമാനം സംബന്ധിച്ച് 50% വർദ്ധിപ്പിക്കുമെന്നായിരുന്നു വാഗ്ദാനം. അത് നിറവേറ്റാൻ സംസ്ഥാനത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. അത് തന്നെ ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തോടെ ദീർഘകാല പദ്ധതികളാണ് അംഗീകരിച്ചതും ദീർഘകാല പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. നെല്ല് സംഭരണം ഇതിൽ വലിയ മാറ്റമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായത്. കർഷകർക്ക് നൽകിയ ധനസഹായത്തിന് വലിയ വർധനമാണ് ഉണ്ടായത്. UDF കാലത്ത് 4676 കോടി രൂപയാണ് നൽകിയിരുന്നത്. 2016-2021 കാലത്ത് 7916 കോടി. അതിനുശേഷം 2021 മുതൽ ഇതുവരെ 7400 കോടി വിതരണം ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നെല്ലിൻ്റെ താങ്ങുവില ഘട്ടം ഘട്ടമായി ഉയർത്തുന്ന നരിയാണ് സ്വീകരിച്ചത്. 2025-26 30 രൂപയായി താങ്ങുവില നിശ്ചയിച്ചു. പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഗണ്യമായ മുന്നേറ്റമാണ് ഉണ്ടാക്കാനായത്. നെല്ലിന്റെ ഉത്പാദനക്ഷമതയും വർദ്ധിച്ചു. പാചകവാതക പ്രതിസന്ധിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നുണകൾ പ്രചരിപ്പിക്കുന്നു. ചിലർ അതിന് ശ്രമിക്കുന്നുണ്ട്. UPA ഗവൺമെന്റ് കാലത്ത് ഗ്യാസ് കരാറിൽ അമേരിക്കയ്ക്ക് വഴങ്ങിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അതിപ്പോൾ BJPയും ചെയ്യുന്നു. ഇവിടെ ഗ്യാസിൻ്റെ വിതരണത്തിന് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. കാരണം നേരത്തെ ഇറാനിൽ നിന്ന് ഗ്യാസ് കൊണ്ടുവരാനുള്ള ഒരു കരാറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ഇറാനിൽ നിന്ന് പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് ഗ്യാസ് കൊണ്ടുവരാനായിരുന്നു പരിപാടി. അത് ഏകദേശം എല്ലാം പൂർണ്ണമായി. പക്ഷേ അമേരിക്കക്ക് ഇഷ്ടമായില്ല. അമേരിക്ക അത് പാടില്ല എന്ന് പറഞ്ഞു. അന്ന് BJP ഗവൺമെൻറ് അല്ല കേട്ടോ, മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റാണ്. മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് അപ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി. അതിൻ്റെ ഭാഗമായി ആ പദ്ധതി ഉപേക്ഷിച്ചു. യഥാർത്ഥത്തിൽ ആ പദ്ധതി നടപ്പായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവും ഗ്യാസുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തുണ്ടാകുമായിരുന്നില്ല. ഇതൊക്കെ അന്ന് കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ച കാര്യമാണ്. അമേരിക്കയോടുള്ള വിധേയത്വത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. ആ നയമാണ് BJPയും ഇപ്പോൾ ശക്തമായി തുറക്കുന്നത്. ഈ രണ്ട് കൂട്ടരുമാണ് ഇത്തരമൊരു നിലപാടിന് ഇടയാക്കിയിട്ടുള്ളത്. കഞ്ചിക്കോട് വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഇടതുമുന്നണിക്ക് SDPIയുടെ പിന്തുണ വേണ്ടെന്ന് പറയാതെ മുഖ്യമന്ത്രി. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകന്റെ വിഷമം എല്ലാവർക്കും മനസ്സിലാകും. നിങ്ങൾ ആ വിഷയം കൊണ്ട് നടക്കൂ എന്നായിരുന്നു മറുപടി. സംസ്ഥാനത്ത് SDPI LDF ധാരണ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നതാണ് ചെന്നിത്തല പറയുന്നത്. മാത്രമല്ല EP ജയരാജൻ എന്ന് പറയുകയും ചെയ്തു SDPI ഉൾപ്പെടെയുള്ള ആരുടെ വോട്ടും വേണ്ടെന്ന് വെക്കാൻ LDF തയ്യാറില്ല. ചെന്നിത്തല പറയുന്നത് ഇപ്പം ഈ നുണകൾ പറയുന്നവർ ഇവരെല്ലാം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? വല്ലാത്ത പ്രചരണങ്ങളാണ് നുണകളെന്ന നിലക്ക് അവരഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നുണ പറഞ്ഞിട്ട് LDF പ്രതിരോധത്തിലാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇതെന്തിനാണ് എന്ന് നിങ്ങളെ പോലുള്ളവർ ചിന്തിക്കണം. ഈ മങ്കട മണ്ഡലത്തിൽ ഈ SDPIയുടെ പിന്തുണ അവർ നേരത്തെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, പിന്നീട് LDF സ്ഥാനാർത്ഥിക്കാണ് പിന്തുണ എന്ന് പറഞ്ഞാൽ പിന്തുണ വേണ്ടെന്ന് പറയുമോ? എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് അതിൽ വിഷമമുണ്ട്. അല്ല, ആ പിന്തുണ വേണ്ട എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, മങ്കടയിൽ ഞങ്ങൾ നല്ല സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത്, നല്ല രീതിയിൽ വിജയിച്ചു വരും. നിങ്ങൾ എന്തിനാലും വല്ലാതെ വിഷമിക്കുന്നത്? ആ വിഷമം കൊണ്ട് കുറച്ച് നടക്കി, അത് വേറൊന്നും ചെയ്യാനില്ലല്ലോ. SDPIയുടെ പിന്തുണ വേണ്ടെന്ന് പറയുന്നില്ല. നിങ്ങളെ വിഷമം മനസ്സിലാകുന്നുണ്ട്, നിങ്ങളെ വിഷമം മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയല്ലോ. തിരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുന്നത് UDF അല്ല, ഉപദേശകനായ കനകോലുവാണ്. അദ്ദേഹം പറഞ്ഞു, അജണ്ട നിശ്ചയിക്കുന്നത് UDF അല്ല, അജണ്ട നിശ്ചയിക്കുന്നത് UDFന്റെ ഈ ഉപദേശകരുണ്ടല്ലോ, എന്താ ഒരു പേരില്ലേ, കനകോലി, അങ്ങനെയുള്ളവരാണ് ഈ അജണ്ട നിശ്ചയിച്ചു കൊടുക്കുന്നത്. അവരുടെ ഉപദേശമാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളുടെ പെരുമാട ഉണ്ടാക്കണം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ നല്ല അവസരം അവർക്കുണ്ടായിരുന്നില്ലേ ആ സന്ധിയിൽ. സഹകരണ സംഘങ്ങൾക്ക് പൊതുവായ സോഫ്റ്റ്വെയർ, മറ്റു കമ്പനികളെ ഒഴിവാക്കിയെന്ന ആരോപണം തെറ്റ്. 2021 ടെൻഡർ നടപടി പൂർത്തിയായി. 2024 ഏകപക്ഷീയമായി പിന്മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചെന്നിത്തലയുടെ അഴിമതി ആരോപണത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ പദ്ധതിയിൽ ഡാറ്റയും സോഴ്സ് കോഡും സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ നിലനിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുൻ സാസ് മാതൃകയിൽ ഇതുണ്ടായിരുന്നില്ല. ആ മാതൃകയിൽ പോയിരുന്നുവെങ്കിൽ സഹകരണ മേഖലയിൽ വ്യാപിപ്പിക്കാൻ ഏകദേശം 1000 കോടി രൂപ ചെലവ് വരുമായിരുന്നു ഈ പദ്ധതി മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളിലും എത്തിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 23,000 സഹകരണ സംഘങ്ങളിലേക്കും കുറഞ്ഞ ചെലവിൽ സോഫ്റ്റ്വെയർ വ്യാപിപ്പിക്കാൻ കഴിയും. മറ്റ് കമ്പനികളെ ഒഴിവാക്കിയെന്ന ആരോപണം തെറ്റാണ്. ഏകദേശം 45 കമ്പനികൾക്ക് കൺസോർഷ്യം രൂപത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിരുന്നു. സാങ്കേതിക വിലയിരുത്തലിന് യോഗ്യമായ കമ്പനിക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചു. അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇത്രയെല്ലാം സുതാര്യമായി നടന്ന ഒരു കാര്യത്തിലാണ് അഴിമതി ആരോപണമായിട്ട് വരുന്നത്. അപ്പോൾ ആരോപണം ഉന്നയിക്കുക, അത് മാത്രമാണ് ഉദ്ദേശം. എല്ലാം സുതാര്യമായി നടന്നതാണ്. ഈ ആരോപണത്തിൽ ഒരു വസ്തുതയും ഇല്ലാത്തതുമാണ്. മലമ്പുഴ, ഒറ്റപ്പാലം, ഷൊർണൂർ, തൃത്താല മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനങ്ങൾ. UTV ന്യൂസ്, പാലക്കാട്.